ഇപ്പോൾ പയർ, പിന്നെ പാവല്, പിന്നെ വെള്ളരി, ചീര, വെണ്ട, ഇവ കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ വിളവെടുപ്പൊക്കെ തുടങ്ങി. വിളവെടുപ്പ് തുടങ്ങി. കഴിഞ്ഞ ആഴ്ച 10 കിലോ പറിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പച്ചക്കറി ഉൽപാദനം 4 ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കാൻ പഞ്ചായത്തിന്റെ പ്രയത്നങ്ങൾക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം 300 ടണ്ണായിരുന്നു ഉൽപാദനമെങ്കിൽ ഈ വർഷം 350 ടൺ ആക്കുക എന്ന ലക്ഷ്യത്തിലാണ് പഞ്ചായത്ത് അധികൃതരും ജനങ്ങളും മുന്നോട്ടു പോകുന്നത്. മണ്ണിന് തടം പിടിക്കുന്ന രീതി എനിക്ക് തോന്നുന്നു ഈ തെക്കൻ കേരളത്തിനേക്കാളും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? സാധാരണ രീതിയിൽ ഇവിടെയൊക്കെ ആണെങ്കിലും മണ്ണിന് നമ്മളിങ്ങനെ കൂമ്പ കൂട്ടി വെക്കുകയാണ് ചെയ്യാറ്. അവിടെ ഇങ്ങനെ കൂമ്പ കൂട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കുഴി ഉണ്ടാക്കും അല്ലെ? അതിനകത്തേക്കാണ് വളമിടുന്നത്. കൃഷിയുടെ ഓരോരോ സ്റ്റെപ്പിലും അവിടെ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ജൂറിക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ജൂറിയിലേക്ക് പോവാം. ആർവിജി സർ, നിങ്ങളുടെ മുഖ്യ നേട്ടമായിട്ട് ഭക്ഷ്യ സുരക്ഷയാണ് മുൻപോട്ട് വച്ചിരിക്കുന്നത്. വളരെ നല്ല ലക്ഷ്യമാണ്. അത് കൈവരിച്ചതായിട്ട് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ആവശ്യം കഴിഞ്ഞ ഭക്ഷ്യ വസ്തുക്കളെ പുറത്തേക്ക് വിൽക്കുന്നുണ്ടോ? ഉണ്ട്. പച്ചക്കറി അതുപോലെ തന്നെ നേന്ത്രക്കായൊക്കെ. ഞങ്ങളുടെ തൊട്ടടുത്ത പട്ടണം പയ്യന്നൂരാണ്. ആ പയ്യന്നൂരേക്ക് പച്ചക്കറി ആഴ്ചയിൽ 2 തവണ അവിടെ ചന്തയിലേക്ക് വിൽക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നു. കർഷകര് സ്വയം അതിനുള്ള വഴി കണ്ടെത്തുകയാണോ അതോ പഞ്ചായത്ത് എന്തെങ്കിലും സ്വയം അവർ വഴി കണ്ടെത്തുന്നുണ്ട്. കൂടാതെ പഞ്ചായത്ത് ആഴ്ചയിൽ കുടുംബശ്രീ ഉപയോഗിച്ച് ആഴ്ച ചന്ത നടത്തുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഈ പച്ചക്കറിയുടെ വിപണനം, നമ്മുടെ നേന്ത്രക്കായ പ്രത്യേകിച്ച് നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജൈവവളം ഉപയോഗിച്ച്, ജൈവ കീടനാശിനി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിക്ക് കൂടുതൽ വില കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് വില കിട്ടുന്നുണ്ട്. ആളുകൾ വില തരാൻ തയ്യാറാണ്. എങ്ങനെയാ ഉറപ്പ് കിട്ടുക ജൈവ സംഗതി ആണ് എന്നുള്ളത്? അത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട്. പിന്നെ സർ, മറ്റൊന്ന് പ്രധാനമായിട്ടും കമ്പോളങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിയേക്കാൾ ചില പച്ചക്കറിക്കെല്ലാം ഇപ്പോൾ കുത്തുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സാധാരണ ജനങ്ങൾ കുത്തുകളില്ലത് വാങ്ങില്ല. പക്ഷേ നമ്മൾ രാസവളം ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലതെല്ലാം അങ്ങനെ പോകുമ്പോൾ രാസവളം ഉപയോഗിക്കാത്ത ജൈവ കീടനാശിനിയും ജൈവവളവും ഉപയോഗിച്ച് കൊണ്ടുവരുന്ന പച്ചക്കറിയാണ് എന്ന് ജനങ്ങൾ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ല ആദായവും ലഭിക്കുന്നുണ്ട് സർ. എൻ്റെ ശ്രദ്ധയിലേക്ക് പോകുന്നത് ആ ഗ്രാമം സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കുന്ന ആ കാവിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരുപക്ഷെ ഈ ഗ്രാമത്തിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പഞ്ചായത്ത് ഒരു കാവ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നു. അങ്ങനെ ഒരു കാവ്, അതിൻ്റെ സ്ഥലം 50 സെന്റ് സ്ഥലമാണ്. അത് പൂർണ്ണമായും പഞ്ചായത്തിന് സംഭാവനയായി വിട്ടു തന്നതാണ്. അതിൽ ഫുൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് നടത്തിയിരിക്കുന്നത്. അത് കണ്ടിട്ട് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പഞ്ചായത്തിനകത്തെ ഒരു പൗരൻ 50 സെന്റ് സ്ഥലം വീണ്ടും ഞങ്ങൾക്ക് പഞ്ചായത്തിന് സന്നദ്ധ പ്രവർത്തനത്തിലൂടെ വിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് പുറത്തോട്ട് കൊടുക്കുന്നു എന്നുള്ള, അന്നേരം അവിടെ ആ ഗ്രാമത്തിന് ആവശ്യത്തിന് കിട്ടിയിട്ടാണോ നിങ്ങൾ പുറത്തോട്ട് കൊടുക്കുന്നത്? അതെ അതെ, ഗ്രാമത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അന്നേരം ആ ഗ്രാമത്തിലേക്ക് പുറത്തുനിന്നുള്ള പച്ചക്കറി വരുന്നില്ല? ആ രീതിയിലില്ല. ഞങ്ങളുടെ കടകളിൽ കൊടുക്കാനുള്ള ഞങ്ങൾക്ക് തന്നെയുണ്ട്. തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്ത് പോലും ഞങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് കൂടി നിങ്ങളുടെ പച്ചക്കറികൾ തരണം എന്നുള്ളത് വന്നിട്ടുണ്ട്. നെൽകൃഷി മേഖലയിൽ പഞ്ചായത്ത് സൃഷ്ടിച്ചിരിക്കുന്ന നേട്ടം വലിയ കാര്യമാണ്. അതായത് ശരാശരി ഉൽപ്പാദനം ഹെക്ടറിന് 3500 കിലോഗ്രാമായി ഉയർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 50 ലക്ഷം രൂപ മൂല്യമുള്ള നേന്ത്രക്കായാണ് നിങ്ങൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികളും. ഇതെല്ലാം ഭക്ഷ്യസുരക്ഷയുടെ മേഖലയിലുള്ള യത്നങ്ങൾ നാം വിലയിരുത്തുമ്പോൾ വളരെ മാന്യമായ നേട്ടങ്ങളാണ്, ശ്ലാഘനീയങ്ങളായ നേട്ടങ്ങളാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ അധികമായ ഉൽപ്പാദനവും അതും തന്മൂലം കൃഷിക്കാർക്ക് എന്ത് ആദായം കിട്ടും? ഒരു ഹെക്ടറിന് ഏകദേശം ചെലവ് വരുന്നത് 30,000 രൂപയാണ്. അപ്പോൾ പഞ്ചായത്തും വിവിധ ഏജൻസികളും, പഞ്ചായത്ത് എല്ലാ തരത്തിലും സബ്സിഡികൾ, വിത്തായിട്ട്, വളമായിട്ട്, യന്ത്ര രൂപത്തിലെ എല്ലാ രീതിയിലും
ആ രീതിയിൽ എല്ലാ സബ്സിഡികളും കഴിച്ചാൽ 1 ഹെക്ടറിന് 30,000 ചെലവ് വരുമ്പോൾ ഏകദേശം 5 ടൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കർഷകന് കഴിയും. അപ്പോൾ ഒരു 50,000 രൂപ കർഷകൻ പ്രതീക്ഷിക്കുമ്പോൾ ഇപ്പോൾ കർഷകരുടെ ഇടയിൽ കണക്കെടുക്കുമ്പോൾ ശരിയായ രീതിയിൽ ഇത്രയും സബ്സിഡികളൊക്കെ കിട്ടി ഞങ്ങൾക്ക് കൃഷി നടത്തിയാണെങ്കിൽ നെല്ലുൽപാദനത്തിൽ ഹെക്ടറിന് 20,000 രൂപ മിച്ചം വരുത്താൻ സാധിക്കും എന്നുള്ള ഒരു പഠനമാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഈ ഇത്രയധികം ഏത്തക്ക ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് എന്തുകൊണ്ട് സംസ്കരിച്ച് മറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി കൊടുത്തൂടെ? ഇത്രയേറെ കുടുംബശ്രീകളുണ്ട്. ഉണ്ട്. എന്തുകൊണ്ട് അതിനെ ഒരു പരിശ്രമം നടത്തുമോ? ഉണ്ട് സാർ. ഇപ്പോൾ ചിപ്സ് പലഹാര നിർമ്മാണ യൂണിറ്റ് 2 പഞ്ചായത്തിനകത്ത് കുടുംബശ്രീ മുഖാന്തരം ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. There will be some people who will own more land compared to the others. So the one who owns lesser land, are they used for some are they used or can they not be used for other aspects so that they also have increase in income? Otherwise there will be social disparity, alle? ഭൂമി കുറവുള്ളവർക്ക് അവർക്ക് മറ്റ് തൊഴിലവസരങ്ങൾ എന്തെങ്കിലും സൃഷ്ടിക്കാനായിട്ട് ഈ വികസനത്തിലൂടെ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു 100 ഏക്കർ 150 കർഷകരാണ്. ഇപ്പോൾ ശരാശരി 1 ഏക്കർ പോലും വരുന്നില്ല നെൽകൃഷിയുടെ കാര്യത്തിൽ. അതുപോലെ നേത്തവാഴ കൃഷിക്കും ഭൂമി കുറവുള്ളവർക്ക് കൂടുതൽ വരുമാനം കിട്ടാനായിട്ട് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ക്ഷീരമേഖലയിൽ ഏറെ മുന്നോട്ട് പോയിട്ടുള്ള പഞ്ചായത്താണ്. ഒരു ഉപമേഖല എന്ന രീതിയിൽ ക്ഷീരമേഖലയിൽ ഇപ്പോൾ പശുഗ്രാം പദ്ധതിക്ക് തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആനിമൽ ഹസ്ബൻഡറി യൂസ് ചെയ്യണമാണെങ്കിൽ പിന്നെ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഫോർസൈറ്റോ പ്ലാൻ ഫ്യൂച്ചറിൽ വെച്ചിട്ടുണ്ടോ? പഞ്ചായത്തിനകത്ത് ക്ഷീര സഹകരണ സംഘങ്ങൾ ഇപ്പോൾ 6 എണ്ണമാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 3000 ലിറ്റർ പഞ്ചായത്തിനകത്ത് തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാലിത്തീറ്റ എന്ന രൂപത്തിലുള്ള സബ്സിഡികൾ ഗ്രാമപഞ്ചായത്ത് കൊടുത്തു വരുന്നുണ്ട്. എൻ്റെ വാർഡിൽ ഒരുപാട് സാധാരണ കർഷക തൊഴിലാളി സ്ത്രീകൾക്ക് കുടുംബങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആട് ഫാം പദ്ധതിയിലൂടെയും പശുവിൻ്റെ സബ്സിഡിയോടുകൂടി 2 ലക്ഷത്തിൻ്റെ പദ്ധതി തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആർവിജി സാർ, നമുക്ക് മാർക്കിലേക്ക് പോവാം. വളരെ നല്ല ലക്ഷ്യത്തോടുകൂടി ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെ നേരിടുന്ന വലിയ പ്രശ്നമാണ്. അതിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തിയതിന് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. 15ൽ 11 മാർക്ക് ഞാൻ കൊടുക്കുന്നു. 15ൽ 11 മാർക്ക്. 10ൽ 7. 10ൽ 7 മാർക്ക്. 10ൽ 5. ഈ ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന ടോട്ടൽ സ്കോർ 41.5 ഔട്ട് ഓഫ് 60. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഫോമാറ്റ് ഇതാണ്: GKE സ്പേസ് KKL സ്പേസ് എത്ര മാർക്കാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് അത്രയും മാർക്ക് ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. കൃഷിക്ക് വേണ്ടി അധികം ഭൂമി ഇല്ലാത്തവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി കൂടുതലായിട്ട് കണ്ടെത്തണം. ആടുവളർത്തലിനപ്പുറം എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഇതിൻ്റെ വികസനത്തിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടുകയുള്ളൂ. ശുഭാശംസകൾ. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ ഈ കേരളത്തിൽ, കുഞ്ഞു കേരളത്തിൽ വിപ്ലവം നടക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിലാണ്. ഓരോ ഗ്രാമവും ഓരോ മോഡലാവുകയാണ്, റോൾ മോഡലാവുകയാണ് നാളേക്ക് വേണ്ടി. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചിര
മലമേടും കിളിജാലമാകെ ഉണർന്നൊരു കാവും വീരും കുളിർക്കാറ്റും വേറെങ്ങുണ്ടോ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.